ഇന്നത്തെ യാത്ര ഒരു വൈറൽ സ്പോട്ടിലേക്കാണ്. കുറച്ച് നാളുകളായി റീൽസിലൊക്കെ വൈറലായ ഒരു സ്ഥലം. കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ ആളുകൾ പറയുന്ന ഒരു അടിപൊളി സ്പോട്ട്. കാണുമ്പോൾ ഒരു വിദേശ രാജ്യമൊക്കെ പോലെ തോന്നുന്ന ഈ പച്ച പുൽമേടും നീലാകാശമൊക്കെ തേടിയാ പോകുന്നതെങ്കിൽ നേരെ കോതമംഗലത്തേക്ക് പോകാം. അപ്പം എൻ്റെ പുറകെ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇൻസ്റ്റഗ്രാം റീലിലൊക്കെ ഒരുപാട് വൈറലായ ഒരു സ്ഥലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. റോഡ് സൈഡിൽ തന്നെ കാണാതെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ റിസർവോയറാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാകുമ്പോൾ ഇവിടുത്തെ വെള്ളം കുറയുകയും ഡാമിൻ്റെ ഷട്ടർ തുറന്നു വിടുമ്പോൾ ഇവിടുത്തെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇവിടെ പുല്ല് മുളച്ച് ഇവിടെ ഒരു പച്ച കാണാൻ ഭയങ്കര ഭംഗിയുള്ള രസത്തിൽ വന്ന സ്ഥലമാണിത്. അപ്പം ഇവിടെ ഇപ്പോൾ സഞ്ചാരികളൊക്കെ എത്തുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഈ അടുത്ത് വൈറലായ ഒരു സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മഴക്കാലം കഴിഞ്ഞ് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നതോടെ ഈ ഭാഗത്ത് നിന്നും വെള്ളം ഇറങ്ങുകയും ഇവിടെ പുല്ലുകൾ ഇറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കുട്ടമ്പുഴ. നമ്മൾ റിസർവോയറിൻ്റെ സൈഡിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഈ കാണുന്ന കുട്ടമ്പുഴയിലെ വെള്ളമാണ് ഇങ്ങോട്ട് കയറണം. അവിടെ ഡാം അടയ്ക്കുമ്പം ഈ വെള്ളം കയറി ഇവിടെയൊക്കെ ഫുള്ള് നിറയും. ഇപ്പോൾ ഇവിടെയൊക്കെ നനവുണ്ട്, ഇവിടെയൊക്കെ വീണ്ടും വെള്ളം കയറും. ഡിസംബർ ആകുമ്പോൾ വീണ്ടും കയറ്റുമെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഫുള്ള് നിറയും. ഇപ്പോൾ കാണാൻ അടിപൊളിയാണ്. ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ ഇവിടെ ഉണ്ടാകും. പുല്ല് കുറച്ചുകൂടെയൊക്കെ നിൽക്കും. ഇപ്പോൾ ഇവിടുത്തെ സ്കൈയും ഒക്കെ ഭയങ്കര രസമാണ്, നല്ല ഭയങ്കര നീല കളറിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ട്. നമ്മുടെ പൂയംകുട്ടിയിൽ പോകാം. പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം പൂയംകുട്ടി. അതിൻ്റെ തൊട്ടടുത്ത് കുട്ടമ്പുഴയുണ്ട്, ഭൂതത്താൻകെട്ട് ഡാമുണ്ട്, തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രമുണ്ട്. അവിടെ എല്ലായിടത്തും പോയി ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലമാണ്. വൺ ഡേ ട്രിപ്പിന് പറ്റിയ അടിപൊളി സ്ഥലമാണ്. ശാന്തസുന്ദരമായ ഈ പ്രദേശത്ത് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ ഫാമിലിയായും കപ്പിൾസായും ഒരുപാട് സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഡിസംബർ മാസം വരെ ഇവിടെ സഞ്ചാരികൾ എത്തുകയുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും വെള്ളം കയറും. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് തുടങ്ങും. ഈ പാലത്തിൽ നിന്ന് നോക്കിയാലും അതിമനോഹരമായ വ്യൂ കാണാം. പച്ചപ്പ് നിറഞ്ഞ പുൽമേടും മേഘങ്ങൾ നിറഞ്ഞ നീല ആകാശവുമെല്ലാമായി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. എറണാകുളത്ത് നിന്നും മൂന്നാർ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഉറപ്പായും കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് ഇവിടേക്ക് എത്താനുള്ള ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും തട്ടേക്കാട് റൂട്ടിൽ സഞ്ചരിക്കുക. അവിടെ നിന്ന് 2 കിലോമീറ്റർ അടുത്താണ് ഈ കാണുന്ന സ്ഥലം.